പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ പാൻ വേൾഡ്, പാൻ ഇന്ത്യ എന്നൊക്കെ വലിയൊരു ഹൈപ്പ് കൊടുത്ത് പുറത്തിറക്കിയ ആ ഒരു സിനിമ ഇപ്പോൾ വലിയ വാദപ്രതിവാദങ്ങളാണ് ആ സിനിമയെ ചൊല്ലി ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും മാധ്യമങ്ങളിലൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വികലമായ രീതിയിൽ ക്രൈസ്തവ വിശ്വാസത്തെ ഈ സിനിമയിലൂടെ അപമാനിക്കുന്നു, അവഹേളിക്കുന്നു എന്ന ആശങ്ക ആ സിനിമ കണ്ടിറങ്ങിയ പല ക്രൈസ്തവ വിശ്വാസികളും പങ്കുവയ്ക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സിനിമയെ അനുകൂലിക്കുന്നവർ പറയുന്നൊരു വാദഗതിയുണ്ട്. സിനിമയെ സിനിമയായി മാത്രം കണ്ടാൽ മതിയില്ലേ എന്ന തരത്തിൽ സിനിമയെ അനുകൂലിക്കുന്നവർ അങ്ങനെ പറയുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ എമ്പുരാൻ സിനിമയിൽ 17 കട്ട്, 24 കട്ട് അങ്ങനെ നിരവധി കട്ടിങ്ങൊക്കെ നടത്തി പുതിയ വെർഷൻ സിനിമ തിയേറ്ററുകളിൽ വരാൻ പോകുന്നു അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ എമ്പുരാൻ സിനിമയിലൂടെ യഥാർത്ഥത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നുണ്ടോ? എത്രത്തോളം ഒരു ഡീപ്പായി അല്ലെങ്കിൽ തന്ത്രപരമായിട്ടാണ് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുവാനുള്ള അജണ്ട ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഈ സിനിമയിലൂടെ നടത്തിയിരിക്കുന്നത്? ഈ വിഷയങ്ങളിൽ പ്രതികരണവുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ റോയ് കണ്ണഞ്ചിറ CMA ആണ്. അച്ഛാ, സ്നേഹത്തോടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ആ വാചകമാണ് അച്ഛനോട് ആദ്യമേ തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ, ആ ഒരു സിനിമയെ നമുക്ക് സിനിമയായി മാത്രം കാണാൻ സാധിക്കുമോ, പ്രത്യേകിച്ചൊരു ക്രൈസ്തവ വിശ്വാസിക്ക്? ജോർജി, ഇത്രയും വലിയൊരു വിവാദ സിനിമയായി ഇത് അവതരിപ്പിക്കപ്പെട്ടത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണെങ്കിൽ പോലും അതിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ക്രൈസ്തവ വിശ്വാസത്തെ ഏതൊക്കെ തരത്തിൽ പരാമർശിച്ചിട്ടുണ്ട്, അത് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ എന്നറിയാൻ വേണ്ടി ഈ സിനിമ ഞാൻ കാണുകയുണ്ടായി. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ജോർജി പറഞ്ഞ ഈ ഒരു കമൻറ്റിനോട് യോജിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയുമായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. സിനിമയെ സിനിമയായിട്ട് മാത്രം കണ്ടാൽ മതി എന്ന് പറയാനാണെങ്കിൽ ഈ വിഷയങ്ങൾ വെച്ചുകൊണ്ട് സിനിമയെടുത്തവരുടെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾക്ക് ചോദിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള ഒരു സിനിമ നിർമ്മിച്ചവരുടെ ലക്ഷ്യം എന്താണ്? സംവിധാനം ചെയ്തവരുടെ ലക്ഷ്യം എന്താണ്? ഇതിൻ്റെ തിരക്കഥ എഴുതിയ മുരളി ഗോപിയുടെ റിസർച്ച് വർക്ക് പോയ വഴികൾ, ആ റൂട്ട് മാപ്പ് ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. മുരളി ഗോപിയുടെ തിരക്കഥയുടെ റൂട്ട് മാപ്പ്, അത് പോയത് എവിടെ നിന്നൊക്കെ ക്രിസ്ത്യൻ വിരുദ്ധത ഉൽപ്പാദിപ്പിക്കാമോ ആ പ്രയോഗങ്ങളും സ്ഥലനാമങ്ങളും ഒക്കെ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുകയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാഖിലെ ഒരു നഗരത്തിൽ വെച്ചാണ് ഈ ലൂസിഫർ, മോഹൻലാൽ കഥാപാത്രമായിരിക്കുന്ന ഈ ലൂസിഫർ ഒരു മയക്കുമരുന്ന് വ്യാപാരിയുമായിട്ടുള്ള ഒരു സംവാദം നടത്താൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ്. ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് കരഘോഷ്, അങ്ങനെ ആ വാക്കാണ്, കാരാഘോഷ്. യെസ്, കാരാഘോഷ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഈ കാരാഘോഷ് എന്ന് പറയുന്ന സ്ഥലം ഐസിസ് തീവ്രവാദികൾ ക്രൈസ്തവരെ കൊന്ന് തള്ളിക്കളഞ്ഞ ക്രൈസ്തവരുടെ രക്തസാക്ഷി മണ്ഡപമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരാഘോഷ്. ഈ മുരളി ഗോപി ഈ ലൂസിഫർ എന്ന് പറഞ്ഞ പിശാചിൻ്റെ പ്രതിനിധിയായി വന്ന് നിൽക്കുന്ന ഈ ലൂസിഫറിനെ കൊണ്ട് ഈ സംവാദം നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഈ കാരാഘോഷ് എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ഒരു ഇറാഖിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് വെച്ചാണ്. ഈ പള്ളിയുടെ മുകളിൽ ഒരു കുരിശ് നാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുരിശ് ഈ സംവാദത്തിന് ശേഷം ഇത് ആക്രമണം ഉണ്ടാകുന്നു. ഈ ആക്രമണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജിനെ അതിനകത്ത് കൊണ്ടുവരുന്നത്. ഈ ആക്രമണ സമയത്ത് അവസാനം കാണിക്കുന്നത് ഈ കുരിശ് തലകുത്തി താഴേക്ക് വീഴുകയാണ്. കുരിശ് കത്തുന്നു. അപ്പോൾ കുരിശിൻ്റെ ബാക്കി 2 ഭാഗം ഒടിഞ്ഞു പോകുന്നു. ഈ എൽ എന്നുള്ള ഷേപ്പ് മാത്രം അവശേഷിപ്പിക്കുന്നു. ഈ തിരക്കഥ ക്രിയേറ്റ് ചെയ്യുന്നയാളുടെ ബ്രില്യൻസിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്രൈസ്തവരുടെ ഏറ്റവും വിശുദ്ധമായ ചിഹ്നമായ വിശുദ്ധ കുരിശിനെ നേരെ മുറിച്ച് ലൂസിഫറിൻ്റെ എല്ലുണ്ടാക്കാൻ വേണ്ടി
ഈ മുരളി ഗോപി നടത്തിയ ഈ ഒരു ഗവേഷണം, എനിക്ക് മുരളി ഗോപിയോടും പൃഥ്വിരാജിനോടും ചോദിക്കാനുള്ളത്, ഈ ലോകത്തിലും ഈ കേരളത്തിലും ഭാരതത്തിലുമൊക്കെ ഈ നാടിന് നന്മ ചെയ്തും സ്വന്തം വിശ്വാസത്തെ ആദരിച്ചും മറ്റുള്ളവരുടെ വിശ്വാസത്തെ ആദരിച്ചുമൊക്കെ ജീവിക്കുന്ന ക്രൈസ്തവരോട് ഇത്തരത്തിൽ അവരാദരിക്കുന്ന പ്രതീകങ്ങളെ വിരൂപമാക്കി കച്ചവടം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ലാഭം പണത്തൂക്കത്തിൻ്റെ ലാഭമാണെങ്കിൽ ഞങ്ങളത് വേണമെങ്കിൽ പിരിച്ചു തരാം, ഞങ്ങളെ അപമാനിക്കാതിരിക്കാവോ എന്നെനിക്ക് മുരളി ഗോപിക്ക് അരി മേടിക്കാൻ പൈസയില്ലെങ്കിൽ ക്രൈസ്തവർ പിരിവെടുത്തു തരും. പൃഥ്വിരാജിന് അരി മേടിക്കാൻ പൈസയില്ലെങ്കിൽ അതിന് ഞങ്ങളുടെ വിശുദ്ധ നാമങ്ങളെ ആക്ഷേപിച്ചിട്ട് താങ്കൾ അരി മേടിക്കരുതേ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ പിരിച്ചു തരാം, ഞങ്ങൾ പിരിവെടുത്ത് തരാം. പൃഥ്വിരാജിനോട് എനിക്കുള്ള അപേക്ഷയാണ്, ഞങ്ങൾ പിരിവെടുത്ത് തരാം. നിങ്ങൾ ഞങ്ങളെ വെറുതെ ജീവിക്കുന്ന പാവപ്പെട്ട ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കരുത്. താങ്കളുടെ ബ്രോഡാഡി എന്ന സിനിമ, അതും സിനിമയായിട്ട് മാത്രം കാണണം. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അതും സിനിമയായിട്ട് മാത്രം കാണണം. അപ്പോൾ അതിനകത്തുള്ള പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഈശോ എന്നാണ്. വിവാഹത്തിന് മുമ്പ് ഒരു യുവതിയെ ഗർഭിണിയാക്കിയിട്ട് അബോർഷൻ നടത്താൻ നിർബന്ധിക്കുന്ന പൃഥ്വിരാജിൻ്റെ ആ കഥാപാത്രത്തിന് ഈ ഭൂലോകത്തിൽ 700 കോടിയിലധികം ജനങ്ങളുള്ള ഈ ഭൂലോകത്തിൽ പൃഥ്വിരാജിന് 700 കോടി പേരുകളുണ്ടായിട്ടും ഈശോ എന്നുള്ള ഒരൊറ്റ പേര് മാത്രമേ പൃഥ്വിരാജിന് ഇടാനായിട്ട് കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ, പൃഥ്വിരാജേ, എനിക്ക് പൃഥ്വിരാജിനോട് ചോദിക്കാനുള്ളത്, താങ്കൾക്ക് ഈ 700 കോടി പേരുകളുണ്ടായിട്ടും വെറുമൊരു പേര് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് ഞങ്ങൾ പ്രാർത്ഥനയോടെ വിളിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിൻ്റെ പേര് മാത്രം എടുത്ത് ഈശോ എന്നുള്ള പേരെടുത്ത് ഈശോ വ്യഭിചാരം ചെയ്തു, ഈശോ അബോർഷന് പ്രേരിപ്പിച്ചു എന്ന് പറയിപ്പിക്കാൻ വേണ്ടി താങ്കൾ നടത്തുന്ന ആ ബുദ്ധിയുണ്ടല്ലോ, അത് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട് എന്ന് താങ്കളോട് മലയാള ഭാഷയിൽ പറയുകയാണ്. താങ്കൾ വിദേശത്തൊക്കെയാണ് പഠിച്ചതൊക്കെ, പക്ഷേ മലയാളവും താങ്കൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിച്ചിട്ട് പറയുകയാണ്. താങ്കൾക്ക് ഇങ്ങനെ ഞങ്ങളെ മുറിപ്പെടുത്തിയും ആക്ഷേപിച്ചും അരി മേടിക്കണം എന്നുള്ളതാണ് താങ്കളുടെ വാശിയെങ്കിൽ ഞങ്ങൾ പിരിവെടുത്ത് തരാം സഹോദര. താങ്കൾക്ക് ഉപജീവനത്തിനുള്ള വക ഞങ്ങൾ പിരിവെടുത്ത് തരാം. അതുകൊണ്ട് ജോർജി, അത്തരത്തിലുള്ള വാദഗതികൾ അതൊക്കെ ഈ ഒരു സാക്ഷര സംസ്കാരമുള്ള കേരളത്തിൽ ഓടുകയാണ്. ഇതൊന്നും സിനിമ മാത്രമായിട്ട് കാണാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല. ആൻ്റണി പെരുമ്പാവൂരും ഇതിൻ്റെ മറ്റു നിർമ്മാതാക്കളുണ്ടല്ലോ, ഗോകുലം ഗോപാലൻ, ഒരുപക്ഷെ മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ കൂടെ വരുമ്പോഴുണ്ടാകുന്ന ഒരു ഹൈപ്പിൽ ഈ മുടക്കുകാശ് തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ബിസിനസ്സുകാർ ഇതിനകത്ത് പണം ഇറക്കുന്നത്. അല്ലാതെ ഗോകുലം ഗോപാലനിപ്പം ക്രൈസ്തവരെ ആക്ഷേപിക്കണം എന്ന ലക്ഷ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയയാൾ, ഇത് സംവിധാനം ചെയ്തയാൾ, അവരിതിന് മുമ്പ് ചെയ്ത കാര്യങ്ങൾ, ഈ സിനിമ എന്നുള്ള മേഖലയിലൂടെ തന്നെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു 8-10 സിനിമകൾ, ഇതിൽ മുഴുവൻ പൈശാചിക ആരാധനയും ദൈവവിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ജുഗുപ്സാവഹമായിട്ടും ഒക്കെ അവതരിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? അത് സാമാന്യ ബോധമുള്ള മലയാളി ചിന്തിക്കുന്നതിനകത്ത് അതിനകത്ത് വിഭാഗീയതയെന്നോ വർഗീയതയെന്നോ വിളിക്കാൻ പറ്റുമോ? അല്ലേ, നമ്മുടെ ഈ ഒരു ചർച്ച കേൾക്കുന്ന പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഇത്തരത്തിൽ നമുക്കങ്ങനെ വെറുതെ ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ വന്ന് തിയേറ്റർ കത്തിക്കുകയോ അല്ലെ പൃഥ്വിരാജിനെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുകയോ ഒന്നും ചെയ്യില്ല. മുരളി ഗോപിയെ തല്ലാനോ കൊല്ലാനോ ഒന്നും വരുമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ട് എന്ന് ക്രൈസ്തവ പ്രതീകങ്ങളെ വികൃതമാക്കി വിരൂപമാക്കി പൈശാചിക ആരാധനയെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി ദുരുപയോഗിക്കാൻ വേണ്ടി തൂലിക ചലിപ്പിക്കുന്ന മുരളി ഗോപിയും പൃഥ്വിരാജും അറിയണം. കേരളത്തിലെ ക്രൈസ്തവർ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ ഇത് കണ്ടാൽ മനസ്സിലാകും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതുകൊണ്ട് ഇതിനെ വെറും സിനിമയാക്കി മാത്രം കാണണം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഗീർവാണങ്ങൾ മുഴക്കാതിരിക്കുകയാണ് നല്ലത്. മറ്റൊരു കാര്യം വെച്ചാൽ നമ്മൾ ഈ സിനിമ അല്ലെങ്കിൽ ഈ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഉപയോഗിച്ച വാക്കുകൾ അതൊക്കെ കാണുമ്പോൾ ഒരു വിപരീത പദങ്ങളുടെ ഒരു കാൽക്കുലേറ്റഡ് പ്ലേ.
പ്രത്യേകിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട്, ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കില്ലേ? നമ്മൾ പല വാചകങ്ങൾ അത് പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവാണ്. ഇപ്പോൾ പൃഥ്വിരാജ് തന്നെ യൂസ് ചെയ്ത വാക്ക് അന്തിമമായൊരു നാമം ഉണ്ടായിരുന്നു, അത് ലൂസിഫറിൻ്റേതാണ് എന്നുള്ള രീതിയിൽ ഈ സിനിമയുടെ ട്രെയിലർ വിചാരിച്ച സമയത്തേക്കാൾ നേരത്തെ അത് റിലീസ് ചെയ്തപ്പോൾ ഈ സമയത്ത് പിശാചിനെ വിളിച്ചു വരുത്തിയത് നിങ്ങളാണ്, ദ ഡെവിൾ ഈസ് ബാക്ക്, അപ്പോൾ ഇതെങ്ങനെയാണ് തിരിച്ചു വന്നതെന്ന് നിങ്ങൾ കാണൂ എന്നൊക്കെ പറഞ്ഞ് അത് ഒരു നിഷ്കളങ്കമായി സംഭവിച്ചതാണ്. അല്ലെങ്കിൽ പൃഥ്വിരാജ് ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന നടനാണെന്നൊക്കെ നമ്മൾ മുൻപത്തെ ഇൻ്റർവ്യൂവിലൊക്കെ പലപ്പോഴും പലരുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതല്ല അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് വാക്കുകളുടെ ഒരു കാൽക്കുലേറ്റഡ് പ്ലേ ആണോ അവിടെ നടത്തിയത്? അത് നിഷ്കളങ്കമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണോ അത്? നമുക്കിപ്പോൾ ഒരാളുടെ മനസ്സിനകത്ത് കയറി അത് കളങ്കമായിരുന്നോ നിഷ്കളങ്കമായിരുന്നോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയും അതിലെ സ്ക്രിപ്റ്റും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വിപരീത പദങ്ങൾ കൊണ്ട് എഴുതിയതാണ് എന്ന് ഞാൻ പറയും. കാരണം ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിൽ പിതാവായ ദൈവം, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഈ പ്രാർത്ഥനയാണ് ഈശോ പഠിപ്പിച്ചത്. അതനുസരിച്ചാണ് ക്രൈസ്തവ വിശ്വാസികൾ ഈ പ്രാർത്ഥന പ്രതിദിനം ചൊല്ലി, പലതവണ ചൊല്ലി ദൈവഹിതത്തിനനുസരിച്ച് ജീവിതം നയിക്കുന്നു. എന്നാൽ ഈ എമ്പുരാൻ്റെ പദപ്രയോഗങ്ങൾ വരുമ്പോൾ ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ വിപരീത പദമാണ്. അതാണ് പിശാചായിട്ട് അവതരിപ്പിക്കുന്നത്. ഇവിടെ പിശാചിൻ്റെ വാഴ്ചയ്ക്ക് വേണ്ടി ദൈവനാമത്തെ ദുരുപയോഗിക്കുകയാണ്. അപ്പോൾ വിപരീത പദങ്ങൾ കൊണ്ടാണ് മുരളി ഗോപി ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അല്ലെങ്കിൽ അത്ര ഗൗരവമായി ഇവർ ഈ വിഷയത്തെപ്പറ്റി ഗവേഷണം നടത്തുകയും ഏതൊക്കെ പദങ്ങൾ വെച്ചാലാണ് ഇന്ന പദങ്ങൾക്ക് ക്രൈസ്തവർ പവിത്രമായി കരുതുന്ന പദങ്ങളെ ഏതൊക്കെ പദങ്ങൾ ഉപയോഗിച്ചാലാണ് ഏറ്റവും വിരൂപമായും വികൃതമായും ആക്ഷേപിക്കാവുന്നത്, തമസ്കരിക്കാവുന്നത്, അർത്ഥം വ്യതിചലിപ്പിക്കാവുന്നത് എന്നൊക്കെ ഒരു സുപ്രഭാതത്തിൽ കണ്ണടച്ചിരുന്ന് എഴുതിയ സാധനമൊന്നുമല്ല ഇതെന്ന് എല്ലാവർക്കും മനസ്സിലാകും. സമയമെടുത്ത് നന്നായി ആലോചിച്ച് ഗവേഷണം നടത്തി ബുദ്ധിപൂർവം എഴുതിയതാണ്. എന്നെ സംബന്ധിച്ച് അത് കുബുദ്ധി എന്ന് ഞാൻ വിളിക്കുമെങ്കിലും അത് ആലോചിച്ച് തന്നെ എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റിനനുസരിച്ച് ആടിയെന്ന് മാത്രമേ ഉള്ളൂ മോഹൻലാലും മറ്റ് നടീനടന്മാരൊക്കെ. പക്ഷേ മോഹൻലാലിനെ പോലെ കേരളത്തിലെ പൊതുസമൂഹം ജാതിമത വ്യത്യാസമില്ലാതെ സ്നേഹിക്കുന്ന ഒരു മുഖത്ത് നിന്ന് ദൈവപുത്രൻ തെറ്റ് ചെയ്തു, പാപം ചെയ്തു, ദൈവപുത്രൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് ദൈവം ലൂസിഫറിനെ, പിശാചിനെ ഉയർപ്പിച്ചേക്കാണ് എന്നൊക്കെ മോഹൻലാൽ പറയുമ്പം ദൈവപുത്രൻ എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിലല്ലാതെ വേറെ ഏതെങ്കിലും വിശ്വാസത്തിൽ കേരളത്തിലുണ്ടോ? കേരളത്തിലോ ഭാരതത്തിലോ നിലനിൽക്കുന്ന മറ്റിതര മതസമൂഹങ്ങളുടെ വിശ്വാസധാരയിലോ വിശ്വാസബോധത്തിലോ ദൈവപുത്രൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിതാവ് എന്ന് ദൈവത്തെ വിളിക്കുന്നത് വേറെ ആരെങ്കിലും ആണോ? വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പുത്രൻ എന്ന് പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളെന്നുള്ള നിലയിൽ ദൈവാനുഭവത്തെ വ്യാഖ്യാനിക്കുന്നത് ക്രൈസ്തവർ മാത്രമാണ്. അപ്പോഴാണ് ഈ ഫാസിൽ അവതരിപ്പിക്കുന്ന പുരോഹിതൻ്റെ കഥാപാത്രം ഇങ്ങനെ വളഞ്ഞുകൂടിയിരുന്ന് പറയുകയാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ കറുത്ത പൂവ്. ആ പ്രയോഗം എത്ര സമർത്ഥമായിട്ടാണ് അതിലേക്ക് കയറ്റി വയ്ക്കുന്നത്. പരിശുദ്ധാത്മാവിനെ പറയേണ്ട ഇടത്ത് അശുദ്ധാത്മാവിൻ്റെ പേര് ഉച്ചരിച്ചപ്പോൾ, അല്ലെങ്കിൽ അത് കൃത്രിമമായി ഉച്ചരിപ്പിച്ചപ്പോൾ ഈ സംവിധായകനും ഈ സ്ക്രിപ്റ്റ് റൈറ്ററും ഉദ്ദേശിച്ചതെന്താണ്? അത് സിനിമയായിട്ട് കണ്ടാൽ മതി, ഞങ്ങൾ കലയുടെ ആവിഷ്കാരം നടത്തുകയാണ്, ഞങ്ങളുടെ സർഗവാസനകൾ പൂത്തുലയുകയാണ് എന്നൊക്കെ ഈ ഓഡിയൻസ് മനസ്സിലാക്കണമെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? ഇത് കണ്ടിട്ട് ഈ വിശ്വാസ സമൂഹം നിങ്ങൾ വളരെ നല്ല സർഗാത്മകമായ ഒരു സൃഷ്ടി നടത്തിയതിൽ ഞങ്ങൾ നിങ്ങൾക്ക് അവാർഡ് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് തരണം എന്ന് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് വിറ്റ് കാശ് മേടിക്കണം, അത്രയേ ഉള്ളൂ. വേറെ ഏതെങ്കിലും മതധാരയുടെ പവിത്രമായ ചിഹ്നങ്ങളെ തൊടാൻ അറയ്ക്കും പൃഥ്വിരാജും മുരളി ഗോപിയും ഒക്കെ. തൊടില്ല. പൃഥ്വിരാജ് ഇതിനകത്ത് വാഴ്ത്തുന്ന ഒരു മതസമൂഹമുണ്ടല്ലോ, അവരുടെ ഏതെങ്കിലും ഒരു മതചിഹ്നത്തെ ഇതുപോലെ വിരൂപമാക്കാനായിട്ട് സാധിക്കുമോ?
സാധിക്കുമോ? ഇല്ലല്ലോ, അതിനുള്ള ധൈര്യമില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ആരുടെയും ആവിഷ്കാരത്തിന് സ്വാതന്ത്ര്യബോധം ഉണ്ടാകുന്നില്ലല്ലോ. ഈ ക്രൈസ്തവരുടെ മതചിഹ്നങ്ങളെ മാത്രം ഇങ്ങനെ നിരന്തരമായി ആക്രമിക്കുകയും അതിൻ്റെ പവിത്രതയും ദിവ്യതയും ഇല്ല എന്ന് പൊതുസമൂഹത്തിൻ്റെ ബോധമനസ്സിലേക്കും അബോധമനസ്സിലേക്കും ഇതുപോലെയുള്ള വിഷ്വൽ ഇമ്പാക്റ്റിലൂടെ നിരന്തരം പതിപ്പിക്കുകയും ചെയ്യാൻ പരിശ്രമിക്കുന്നവരുടെ ലക്ഷ്യം എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. അവർ ക്രൈസ്തവർ ആരാധിക്കുന്ന സത്യദൈവത്തിൻ്റെ വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ്. അവർ പിശാചിനെ ആരാധിക്കുന്നു. ക്രിസ്തുവിനെ ആരാധിക്കേണ്ട, ദൈവപിതാവിനെ ആരാധിക്കേണ്ട, പരിശുദ്ധാത്മാവിനെ ആരാധിക്കേണ്ട, അതിന് പകരം അശുദ്ധാത്മാവിനെ ആരാധിച്ചാൽ മതി, ലൂസിഫറിനെ ആരാധിച്ചാൽ മതി, പിശാചിനെ ആരാധിച്ചാൽ മതി എന്ന് അവർ ലോകത്തോട് പറയുകയാണ്. അതാണല്ലോ നിങ്ങൾ ഈ ലോകത്തോട് പറയുന്നത്. പക്ഷേ അത് കേൾക്കാൻ മനസ്സില്ലാത്തവരുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ സ്വരം ഇവിടെ ഉയരുന്നതിൻ്റെ പശ്ചാത്തലം അതാണ്. ഇത് അംഗീകരിക്കാത്തവരിവിടെ ഉണ്ട്. അതാണ് അച്ഛൻ പറഞ്ഞു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സിനിമയിൽ നടന്നതൊരു കലയാണോ കൊലയാണോ? ഈ കല എന്നുള്ള വാക്ക് തന്നെ അരിസ്റ്റോട്ടിലും പ്ലേറ്റോയുമൊക്കെ നമുക്ക് വ്യാഖ്യാനിച്ച് തന്നിരുന്ന ഉദാത്തമായ കലാവ്യാഖ്യാനങ്ങളുടെ ഒരു കാലമുണ്ടായിരുന്നു. നമ്മുടെ കുട്ടിക്കൃഷ്ണമാരാരും മുണ്ടശ്ശേരിയുമൊക്കെ മലയാള സാഹിത്യത്തിൽ കലയെ വ്യാഖ്യാനിച്ചപ്പോൾ കല ജീവിതത്തിന് വേണ്ടിയാണോ, ജീവിതം കലയ്ക്ക് വേണ്ടിയാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിൽ കല ജീവിതം തന്നെയാണെന്നും ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് കലയെന്നും ഒക്കെ പറഞ്ഞാണ് മലയാളിയെ പഠിപ്പിച്ചതും കലയെ ആസ്വദിപ്പിക്കാനായിട്ട് ഒരുക്കിയതുമൊക്കെ. അങ്ങനെയൊക്കെ ഉള്ള ഒരു മാനസിക പശ്ചാത്തലത്തിലേക്കാണ് ഈ നാടകവും സിനിമയും പോലെയുള്ള ദൃശ്യ കലകൾ കടന്നു വരുന്നത്. അതിൻ്റെ അടിസ്ഥാനമായിട്ടുണ്ടായിരുന്നത് വളരെ മനോഹരമായ ജീവിതഗന്ധിയായി രചിക്കപ്പെട്ട നിരവധി നോവലുകളും നാടകങ്ങളും കഥകളുമൊക്കെ ആയിരുന്നു. മനുഷ്യജീവിതത്തോട് ബന്ധമുള്ള കഥകളായിരുന്നു. അപ്പോൾ മനുഷ്യന് കലയെന്നുള്ള പേരിൽ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നത് അവന് ആവിഷ്കരിക്കാൻ പറ്റാത്ത ജീവിത സ്വപ്നങ്ങളുടെ ആവിഷ്കാരം അവന് ഈ വെള്ളിത്തിരയിൽ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, പ്രതികരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളോട് പ്രതികരിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം, ഇങ്ങനെയുള്ള സ്വാഭാവികമായ അവൻ്റെ നർമ്മവും വളരെ ലളിതമായ ജീവിതങ്ങളും നല്ല ജീവിത മൂല്യങ്ങളെ ആദരിക്കുന്ന കുടുംബങ്ങളും കുടുംബ ബന്ധങ്ങളും പരസ്പരം ഇതര മതവിഭാഗത്തെ ആദരിക്കുന്ന അച്ഛനും ബാപ്പയും പോലെയൊക്കെയുള്ള സിനിമകൾ ഇറങ്ങിയ ഒരു നാട്ടിലാണ് ഈ ബജ്രംഗി എന്നൊക്കെയുള്ള പേര് തന്നെ വിളിച്ച് ഇത്തരത്തിലുള്ള ഈ കൊലവിളി നടത്തി ബഹളം വയ്ക്കുന്നത്. സത്യത്തിൽ ഇവിടെ കലയല്ല നടത്തിയത്, കലയെ കൊലയാണ് നടത്തിയത് സത്യത്തിൽ. അപ്പോൾ ഈ വെട്ട് കിട്ടിയത് എമ്പുരാനിട്ടല്ല കേട്ടോ, വെട്ട് കിട്ടിയത് ഈ കലക്കിട്ട് തന്നെയാണ്. കലയെയാണ് അവർ വെട്ടിക്കൊന്നത്. എമ്പുരാൻ സത്യത്തിൽ എമ്പുരാനകത്ത് വെട്ടോട് വെട്ടാണ്, വെട്ടും കുത്തും മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഈ പൃഥ്വിരാജിൻ്റെ ഒരു പ്രയാസം ഞാൻ ഓർക്കണം കേട്ടോ. ഈ മുരളി ഗോപിക്കും പൃഥ്വിരാജിനും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നെനിക്കത് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. കാരണം ഈ വെട്ടിനും കുത്തിനും ആക്രോശത്തിനും ഇടയിൽ ഈ ഒരു ഡയലോഗ് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം കാണാതെ അവർ വല്ലാതെ കിടന്ന് കഷ്ടപ്പെട്ടു. ഏകദേശം 3 മണിക്കൂറോളം ഈ മനുഷ്യരായിട്ട് കൊല്ലാക്കൊല കൊല്ലുന്നുണ്ട്. നമ്മുടെ തിയേറ്ററിൽ ഇരിക്കുന്ന മനുഷ്യർ താടിക്ക് കൈ കൊടുക്കുന്നു, തലമുടി വലിച്ചു പറിക്കുന്നു. ചിലർ ഈ ഫാൻസ് അസോസിയേഷന് മാത്രമുണ്ട് ഈ മോഹൻലാലിൻ്റെ പേര് പറയുമ്പോഴൊക്കെ ഒരു കൂവാനും കാറാനും ഒക്കെയുള്ളൊരു ഒരാവേശം. പക്ഷേ അതുപോലും അവസാനം തീർന്നു പോവുകയാണ്. കാരണം ഇതിനകത്ത് ആർക്കും ഒന്നും ആവേശം കാണിക്കാനില്ല. മോഹൻലാലിനെ കാണുമ്പോഴുള്ള വിസിലടികളുടെയൊക്കെ ഒരു എണ്ണം അങ്ങോട്ട് കുറഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കഥകളിലൂടെയൊക്കെ വന്ന ലോഹിതദാസ് കഥകളിലൂടെയൊക്കെ പ്രത്യക്ഷപ്പെട്ട സിബി മലയിൽ കഥകളിലൂടെയൊക്കെ പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിനെയൊക്കെ കാണുമ്പോൾ തിയേറ്റർ ഇളകി മറിയുമായിരുന്നു. ഇത് വലിയ ഇളകി മറിച്ചിലൊന്നുമില്ല. തിയേറ്ററിൽ ഇതുപോലെയുള്ള ആരവങ്ങളൊന്നുമില്ല. ഈ ചോരയും ഈ വെട്ടും കുത്തും ഈ മതസ്പർദ്ധയും പരസ്പരമുള്ള ആക്ഷേപവും ഒക്കെ കണ്ട് മനുഷ്യൻ്റെ മനസ്സ് മടുത്തു. പൃഥ്വിരാജെ നിർത്ത്. ഇതുപോലെയുള്ള ഈ മതസ്പർദ്ധ വളർത്തുന്ന ഈ കച്ചവട തന്ത്രം അവസാനിപ്പിക്കുക. അതിൻ്റെ പേരിൽ ലോകോത്തരമായ അഭിനയശേഷിയുള്ള മഹാനടന്മാരെയൊന്നും ഇതുപോലെ വെറും ഈ പട്ടിക്കൂട്ടിലടച്ച് ആ ഒരു നിലവാരത്തിലേക്ക് താത്തി ആക്ഷേപിക്കരുത്. അതൊക്കെ കേരളത്തിൻ്റെ കലയോടും കലാസംസ്കൃതിയോടും ഒക്കെ ചെയ്യുന്ന വലിയ പാതകമാണ്. കാരണം
മലയാളം എന്ന മഹാസംസ്കൃതി മലയാളം സാഹിത്യത്തിലൂടെയും കലയിലൂടെയും ജാതിമത വ്യത്യാസമില്ലാതെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന സർഗാത്മകതയുടെ മഹത്തായ ആവിഷ്കാരങ്ങൾ അതൊക്കെ എത്രയോ ഉജ്ജ്വലമായിരുന്നു. മഹാന്മാരായ എഴുത്തുകാരിലൂടെ, കവികളിലൂടെ, അഭിനേതാക്കളിലൂടെ, വിമർശകരിലൂടെ ഒക്കെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സാക്ഷര സമ്പന്നമായൊരു സാംസ്കാരിക ബോധതലമുണ്ടായിരുന്നു. അവിടെ എല്ലാ തരത്തിലുമുള്ള കലാരൂപങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. ഇത് എങ്ങനെ ആസ്വദിക്കണമെന്നാണ് പൃഥ്വിരാജ് കേരളത്തോട്, മലയാളി മനസ്സിനോട് പറയുന്നത്? ഈ കുത്തിപ്പറിച്ച്, ചങ്ക് കുത്തിപ്പറിച്ച്, തല വെട്ടിപ്പൊളിച്ച്, കൈയും കാലും ഒക്കെ കഷണമാക്കിയൊക്കെ ഇട്ട് കിടക്കുന്ന ഈ ഇറച്ചിത്തുണ്ടങ്ങളൊക്കെ കണ്ടിട്ട് എന്താസ്വദിക്കണം എന്നാണ്? ഏത് കലയാണ്? കൊല ആസ്വദിക്കണം എന്നാണോ ഉദ്ദേശിച്ചത്? ശരിക്കും എമ്പുരാൻ ഈ കേരളത്തിൽ അവതരിപ്പിച്ച പൃഥ്വിരാജും മുരളി ഗോപിയും ഈ കൊല ആസ്വദിക്കാൻ വേണ്ടി മലയാളികൾക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് എമ്പുരാൻ. ശരിക്കും പറഞ്ഞാൽ അതാണ് കേട്ടോ. ഈ കൊലയും കൊലപാതകവും മതസ്പർദ്ധയും ആസ്വദിക്കേണ്ടത് എങ്ങനെ എന്ന് ഉള്ള മലയാളിക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് അത്. ഇതിനു മുമ്പ് ഇതുപോലെ പല ട്രെയിനിങ് നിങ്ങൾ നടത്തിയിട്ടുണ്ട് പല സിനിമകളിലൂടെ. മലയാളി ഓൾമോസ്റ്റ് ട്രെയിൻഡ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ കച്ചവട തന്ത്രം അവസാനിപ്പിച്ച് മനുഷ്യൻ്റെ നന്മയെ പ്രകീർത്തിക്കുന്ന, മനുഷ്യത്വത്തെ പ്രകീർത്തിക്കുന്ന, സമൂഹ ജീവിതത്തിൻ്റെ ഐക്യബോധത്തെയും സമഭാവങ്ങളെയും പ്രകീർത്തിക്കുന്ന, പരസ്പര സഹയാത്രയെ പ്രകീർത്തിക്കുന്ന നല്ല നല്ല കഥകൾ കൊണ്ട് നല്ല നല്ല സിനിമകൾ ഇറക്കി നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അഭിനയശേഷിയും സംവിധാനശേഷിയും രചനാശേഷിയുമൊക്കെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കൂ. എന്തിനാണ് നിങ്ങളുടെ ഒരു സർഗാത്മകമായ ആവിഷ്കാരം കണ്ടു കഴിയുമ്പോൾ ചങ്ക് തിരുമി കണ്ണു നിറഞ്ഞ് ഈ ജനം ഞങ്ങളെ ഈ പൃഥ്വിരാജ് ആക്ഷേപിച്ചല്ലോ, ഞങ്ങളെ മുരളി ഗോപി ആക്ഷേപിച്ചല്ലോ, മോഹൻലാലിൽ നിന്ന് ഇതൊക്കെ ഞങ്ങൾക്ക് കാണേണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് മലയാളികളിൽ കുറച്ച് പേര് ഇങ്ങനെ നെഞ്ചു നീറി തിരിച്ചു പോകുന്ന ഒരവസരം എന്തിനാണ് സഹോദരങ്ങളെ ഉണ്ടാകുന്നത്? അവസാനിപ്പിച്ചുകൂടെ? നിരന്തരം ബൈബിൾ പ്രതീകങ്ങളെ വികൃതമാക്കി അവതരിപ്പിക്കുകയും പൈശാചിക ആരാധനയെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പ്രൊമോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സിനിമാക്കാരോട്, കലാകാരന്മാരോട്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി തൂലിക ചലിപ്പിക്കുന്ന, സർഗവേദന അനുഭവിച്ച് പൊളയുന്നവരോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ബൈബിൾ പശ്ചാത്തലത്തിലാണല്ലോ നിങ്ങൾ ഈ പ്രതീകങ്ങളെല്ലാം പെറുക്കിയെടുക്കുന്നത്. നിങ്ങൾ പെറുക്കിയെടുക്കുന്ന പ്രതീകങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രതീകമാണല്ലോ ഈ ലൂസിഫർ, അല്ലെങ്കിൽ സാത്താൻ, പിശാച്. പിശാച് ബൈബിളിൽ വിജയിച്ച കഥാപാത്രമല്ല, ദൈവത്തോട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു പോയൊരു കഥാപാത്രമാണ്. ദൈവത്തോട് യുദ്ധം ചെയ്തിട്ടുള്ള ആരും വിജയിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തോട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട പിശാചിനെ ആരാധിച്ചും സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും പൈശാചിക കർമ്മങ്ങൾ മൃഗീയമായിട്ട് ആവിഷ്കരിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യ സുഖം അനുഭവിച്ച് ജീവിത വിജയം ആണ് നിങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിൽ ഈ ലൂസിഫറിൻ്റെ ഗതി തന്നെയായിരിക്കും നിങ്ങളെയും കാത്തിരിക്കുന്നത് എന്നുള്ളത് സാമാന്യ യുക്തി കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ. ഒരിടത്തും ഒരിക്കലും വിജയിക്കാത്ത ഈ എമ്പുരാന്മാരെ ഇനി വാഴ്ത്താൻ പോയി മൂന്നാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഒരു ജനതയെ പ്രലോഭിപ്പിക്കുന്നതിന് പകരം സത്യദൈവത്തെ ആരാധിച്ച് നന്മയെ വാഴ്ത്തി, മനുഷ്യത്വത്തെ വാഴ്ത്തി, നല്ല മനസ്സുള്ള ഒരു സമൂഹ നിർമ്മിതിക്ക് വേണ്ടി സർഗശേഷിയെ ഉപയോഗിക്കുന്നതായിരിക്കില്ലേ നല്ലത്? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ നന്ദി അച്ഛാ. പ്രത്യേകിച്ച് ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയത്തിൻ്റെ ഒരു അപകടത്തെക്കുറിച്ച് വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള ഭാഷയിൽ പങ്കുവച്ചതാണ്. അവസാനമായി പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. മിഠായി കടലാസിൽ പൊതിഞ്ഞ് പാഷാണം വിളമ്പിയാലും സ്വർണ്ണത്തളികയിൽ മാലിന്യം വിളമ്പിയാലും അത് കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ചോയ്സാണ്. ക്രൈസ്തവ വിശ്വാസത്തെ ചങ്കോട് ചേർത്ത് സ്നേഹിക്കുന്നവർക്ക് തൽക്കാലം ഈ ഒരു സിനിമയായി കാണാൻ മനസ്സില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സംവാദം, ഈ ഒരു അഭിമുഖം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.